എല്ലാവർക്കും സിന്ധൂസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിപ്പോൾ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ട്. എഗ് ടിക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രെഡും മുട്ടയും ആണ് ഇതിൽ മെയിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഞാൻ കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ വെജിറ്റബിൾസ് ഒന്നും ഇല്ലെങ്കിൽ പോലും ബ്രെഡും മുട്ടയും വെച്ച് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടില്ല ഈ ഒരു സ്നാക്ക്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഇഫ്താർ സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടില്ല ഈ ഒരു സ്നാക്ക് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. ഇന്ന് നമുക്ക് ബ്രെഡും മുട്ടയും വെച്ച് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 4 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ ചെറിയ ബ്രെഡ് ആയതുകൊണ്ടാണ് ഞാൻ 4 പീസ് എടുത്തിരിക്കുന്നത്. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യം നമുക്ക് 2 മുട്ടയൊന്ന് പുഴുങ്ങിയെടുക്കാം. അതിനുശേഷം നമുക്ക് 4 ബ്രെഡും ഒന്ന് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ബ്രെഡാണ്. അതുകൊണ്ട് 1 മിനിറ്റ് നേരമൊക്കെ വെള്ളത്തിലിടുമ്പോൾ തന്നെ സോഫ്റ്റായി കിട്ടും. 1-2 ദിവസം പഴകിയത് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ബ്രെഡാണെങ്കിൽ ഒരു 2 മിനിറ്റ് നേരം ഒന്ന് വെള്ളത്തിലൊന്ന് മുക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ സോക്കായി കിട്ടുന്നതാണ്. അങ്ങനെ നമുക്ക് 4 ബ്രെഡിനെ ഒന്ന് സോക്ക് ചെയ്തെടുക്കാം. സോക്കായ ബ്രെഡിനെ നന്നായി പ്രസ് ചെയ്ത് അതിലെ വെള്ളമെല്ലാം കംപ്ലീറ്റ് മാറ്റാം. ഇനി നമുക്ക് ഈ ബ്രെഡിനെ ഒന്ന് പൊടിച്ചെടുക്കാം. കൈ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നന്നായി മാഷായി കിട്ടുന്നതാണ്. ഇതുകൂടാതെ കുറച്ച് വെജിറ്റബിൾസും കൂടി ആവശ്യമുണ്ട്. ഞാനിപ്പോൾ വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പകുതിയാണ് നമുക്ക് വേണ്ടത്. പിന്നെ വേണ്ടത് ഒരു 2 പച്ചമുളക് വേണം. പിന്നെ ഒരു ഗ്രീൻ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി മതി നമുക്കിതിലേക്ക് അരിഞ്ഞ് ചേർക്കാൻ. കൂടാതെ കുറച്ച് മല്ലിയില ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിട്ടുള്ള ഈ 2 മുട്ടയും ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഗ്രേറ്ററിൻ്റെ ഈ ഒരു വലിയ ഹോളിലൂടെയാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തോട്ടൊന്നും പോകാതെ തന്നെ നമ്മുടെ പാത്രത്തിൽ തന്നെ ആയിരിക്കും ലഭിക്കുന്നത്. അതുപോലെ രണ്ടാമത്തെ മുട്ടയൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ 2 മുട്ടയും ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രേറ്റർ ഇല്ലെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാലും മതി. ഗ്രേറ്റ് ചെയ്ത് വെച്ച മുട്ടയിലേക്ക് നമുക്ക് നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ബ്രെഡ് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാപ്സിക്കാണ് ചേർക്കുന്നത്. പിന്നെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞതാണ് ചേർക്കുന്നത്. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ 2 പച്ചമുളകാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. ബ്രെഡിലും അതുപോലെ തന്നെ മുട്ടയിലൊക്കെ ഉപ്പുണ്ടാവും. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂണിൽ കുറവ് മതി ചേർക്കാൻ. അതിനുശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ക്യുമിൻ പൗഡറാണ്, അതായത് ജീരകം പൊടിച്ചതാണ്. ഇതൊരു 1/4 ടീസ്പൂൺ ചേർക്കാം. പിന്നെ ഇതിലേക്ക് ചിക്കൻ മസാലയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർക്കാം. ഇനി നമുക്കത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ബ്രെഡിൻ്റെ നനവ് കൊണ്ട് തന്നെ നമുക്കത് നന്നായൊന്ന് കുഴച്ചെടുക്കാവുന്നതാണ്. കുഴച്ച ശേഷം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നുള്ളത് നോക്കാം. ഇപ്പോൾ ഉപ്പില്ലെങ്കിൽ അല്പം ഉപ്പും കൂടി ഇതിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് പെപ്പർ പൗഡറാണ്. ഇതും ഒരു 1/4 ടീസ്പൂൺ ചേർത്താൽ മതി. അതിനുശേഷം കൈവച്ച് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിലാണ് നമുക്കത് ഉരുട്ടിയെടുക്കേണ്ടത്. ബോൾ പോലെയോ അല്ലെങ്കിൽ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോ ഒക്കെ നമുക്കത് ഉരുട്ടിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഉരുട്ടിയെടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് പരത്തിയെടുത്തിരിക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ളത് നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ 2 മുട്ടയും 4 ബ്രെഡും വെച്ചിട്ട് നമുക്ക് 10 എഗ് ടിക്കയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഒന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അതിനകത്ത് ബ്രെഡൊക്കെ ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. എടുത്തു വെച്ചിട്ടുള്ള ഓരോ എഗ് ടിക്കയും നമുക്ക് ഈ ഒരു ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അങ്ങനത്തെ 10 എഗ് ടിക്കയും ഇതുപോലെ ഞാൻ ബ്രെഡ് ക്രംസിലൊക്കെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് നേരം ഞാൻ ഫ്രീസറിൽ വെച്ച ശേഷമാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും നല്ല സെറ്റായിട്ട് തന്നെ കിട്ടുന്നതാണ്. ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയ ശേഷം ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് ഫ്രീസറിലേക്ക് മാറ്റട്ടെ. ഇങ്ങനെ ഫ്രീസറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് പൊടിഞ്ഞു പോവാതെ ഫ്രൈ ആയി കിട്ടുന്നതാണ്.
അപ്പോൾ വൈകുന്നേരങ്ങളിൽ കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്തോ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അങ്ങനെ നമ്മുടെ എഗ് ടിക്കി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. അങ്ങനെ 15 മിനിറ്റ് നേരം ഫ്രീസറിൽ വെച്ച ശേഷം എഗ് ടിക്കിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് എഗ് ടിക്കി ഫ്രൈ ചെയ്തെടുക്കാം. അറ്റ് എ ടൈം ഞാൻ 4 എഗ് ടിക്കയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു സൈഡ് നല്ല ഗോൾഡൻ കളർ ആയി കഴിയുമ്പോൾ നമുക്ക് മറുവശത്തേക്ക് തിരിച്ചിടാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് അല്പം ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലല്ല നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒന്ന് തിരിച്ചിടാം. അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കാണിത്. ഇഫ്താർ സമയത്തോ അതല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയതാണ്. ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ അതല്ലെങ്കിൽ ചട്നിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ എഗ് ടിക്കി. ഇരുവശം ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്ക് എടുത്തു മാറ്റാം. ഞാനിത് രണ്ടാമത്തെ ട്രിപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ചേർത്തിട്ടുണ്ട്. ഞാനിത് രണ്ടാമത്തെ ട്രിപ്പ് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതും എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ഞാനിത് ഒട്ടും പൊടിഞ്ഞു പോകാതെ തന്നെയാണ് നമ്മുടെ ഈ എഗ് ടിക്കി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. അങ്ങനെ നമ്മുടെ എഗ് ടിക്കിയൊക്കെ ഒരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിപ്പോൾ കെച്ചപ്പിൻ്റെ കൂടെയും അതല്ലെങ്കിൽ ചട്നിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഈവനിങ് സ്നാക്കായിട്ടോ ഇഫ്താർ സമയത്തൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സ്നാക്ക് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.